ലൈംഗിക പീഡന കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് സംരക്ഷണ കവചം ഒരുക്കി നേതാക്കൾ. ഷാഫി പറമ്പിലിന്റെ ശക്തമായ സമ്മർദ്ദത്തിന് വഴങ്ങി മുതിർന്ന നേതാക്കളും പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയെങ്കിലും നിയമസഭയിൽ രാഹുലിന് പിന്തുണ നൽകുമെന്നാണ് കോൺഗ്രസ് നിലപാട്. രാഹുലിനെ ഓണത്തിന് മുൻപ് പാലക്കാട് മണ്ഡലത്തിൽ എത്തിക്കാനും അണിയറയിൽ നേതാക്കൾ നീക്കം ആരംഭിച്ചുവെന്നാണ് സൂചന. അതേസമയം വ്യാജ വോട്ടർ ID കേസിലും രാഹുലിന് കുരുക്ക് മുറുകുകയാണ്. വിവരങ്ങളുമായി ഇപ്പോൾ നിർഭൻ ചക്രവർത്തി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത്. നിർഭൻ, അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി. പക്ഷേ പാർലമെന്ററി അന്ന് തന്നെ സണ്ണി ജോസഫ് പറഞ്ഞത് പാർലമെന്ററി പാർട്ടിയിലും ഉണ്ടാകില്ല, നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കില്ല. പക്ഷേ 2 ദിവസം കഴിയുമ്പോൾ നിലപാട് മാറ്റുകയാണ് സണ്ണി ജോസഫും അടൂർ പ്രകാശും ഉൾപ്പെടെയുള്ളവർ. ഇന്നലെ അടൂർ പ്രകാശ് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു, നിയമസഭാ സമ്മേളനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കും. രാഹുലിനെ വല്ലാതെ കുരുക്കുകയാണ്, ഇത് വ്യാജ പ്രചരണമാണെന്ന തരത്തിൽ പറയുകയാണ് അടൂർ പ്രകാശ്. നേരത്തെ ചില നേതാക്കൾ പറഞ്ഞതുപോലെ തന്നെയാണ്, ഇതൊരു കണ്ണിൽ പൊടിയിടൽ മാത്രമാണ്. പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയ ഒരാൾ എങ്ങനെയാണ് പാർലമെന്ററി പാർട്ടിയിൽ തുടരുക? ആ പാർട്ടിയിൽ അംഗമില്ലാത്ത ഒരാൾ പാർട്ടിയുടെ ഭരണഘടന വേറെ ലംഘിച്ചുകൊണ്ട് എത്ര നാളത്തേക്കാണ് സസ്പെൻഡ് ചെയ്തത് എന്ന് പോലും പറയാതെ നിലപാടെടുക്കുമ്പോൾ കണ്ണിൽ പൊടിയിടൽ തന്നെയാണ്. ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനെ സണ്ണി ജോസഫും രമേശ് ചെന്നിത്തലയും VD സതീശനും അടൂർ പ്രകാശും അടക്കമുള്ള നേതൃത്വം സംരക്ഷിക്കുകയാണ്. വരും ദിവസങ്ങളിൽ നിയമസഭാ സമ്മേളനം നടക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ ഉണ്ടാകും നിയമസഭയിൽ. സിജു, ഈ നടപടി നാടകമാണ് എന്ന തരത്തിൽ ആദ്യമേ തന്നെ പലതരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. ആ വിമർശനങ്ങൾ സാധൂകരിക്കപ്പെടുന്നതാണ് ഓരോ നേതാക്കളുടെയും പ്രതികരണം. ആദ്യഘട്ടത്തിൽ ഷാഫി പറമ്പിൽ മാത്രമാണ് പരസ്യമായി രംഗത്ത് എത്തിയത് എങ്കിൽ ഷാഫിയുടെ സമ്മർദ്ദത്തിന് മുന്നിൽ മുതിർന്ന നേതാക്കൾ ഓരോരുത്തരും വഴങ്ങുന്നു എന്ന നിലപാട് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. MM ഹസൻ്റെ പ്രതികരണം, അടൂർ പ്രകാശിൻ്റെ പ്രതികരണം, മറ്റ് പല നേതാക്കളുടെയും പ്രതികരണത്തിൽ നിന്ന് നാം വായിച്ചെടുക്കേണ്ടതാണ്. നടപടിയെ സംബന്ധിച്ച് ഭരണഘടനാപരമായി കോൺഗ്രസിൻ്റെ അച്ചടക്ക നടപടി പ്രകാരമുള്ള നടപടിയാണോ രാഹുൽ മാങ്കൂട്ടത്തിന് എടുത്തിട്ടുള്ളത്? നിശ്ചിത കാലാവധിയുണ്ടോ? സസ്പെൻഷന് വിശദീകരണം ചോദിച്ചിട്ടുണ്ടോ? നടപടി കത്ത് നൽകിയിട്ടുണ്ടോ? ഇത്തരം കാര്യങ്ങൾക്കൊന്നും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പോലും മറുപടി പറയുന്നില്ല. പക്ഷേ നമുക്ക് അടുത്ത് നിന്ന് അറിയാൻ കഴിയുന്നത് വരുന്ന ദിവസങ്ങളിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാട് ഓണത്തിന് മുമ്പ് തന്നെ എത്തിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അതിനുള്ള അണിയറയിലുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട്. അങ്ങനെ പാലക്കാട് എത്തുന്നു. അത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങളും പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളും ഉണ്ടാകുന്നു. അപ്പോൾ ആ ഭാഗത്ത് നിന്ന് വിശദീകരിക്കാനുള്ള അവസരം കോൺഗ്രസിന് വീണ്ടും ലഭിക്കുന്നു. അതോടുകൂടി ഇത്തരം വിഷയങ്ങളെ സംബന്ധിച്ച് വിവാദങ്ങളിൽ കൂടുതൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പ്രതിരോധത്തിലാക്കുന്ന വിഷയങ്ങളിൽ നിന്ന് കോൺഗ്രസ് ലീഡർഷിപ്പിനെ കൂടുതൽ രംഗത്തേക്ക് കൊണ്ടുവരിക എന്ന തരത്തിൽ അണിയറ നീക്കങ്ങളാണ്. അതിൻ്റെ ഒരു പ്രതികരണമായി ഇതിനെ വായിച്ചെടുക്കാം. ഒപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉടൻ തന്നെ ഒരു വാർത്താ സമ്മേളനം നടത്തുമെന്ന വിശദാംശങ്ങൾ വരുന്നുണ്ട്. 2 ദിവസത്തിനുള്ളിൽ തന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അടൂരിൽ വെച്ച് ഒരു വാർത്താ സമ്മേളനത്തിനുള്ള അണിയറ നീക്കങ്ങൾ നടത്തുന്നുണ്ട്. അതിൽ അദ്ദേഹം ഈ സംബന്ധിച്ച പല പരാതികളെ സംബന്ധിച്ചും ആരോപണങ്ങളെ സംബന്ധിച്ചും കൂടുതൽ വിശദീകരണം നൽകാനുള്ള അവസരം നൽകും. ഇതിന് ശേഷം കൂടുതൽ നേതാക്കളുടെ പ്രതികരണം രാഹുലിന് അനുകൂലമായി മാറ്റി തീർക്കുക, ഓണത്തിന് മുമ്പ് തന്നെ പാലക്കാട് എത്തിക്കുക. ഇത് രാഷ്ട്രീയപരമായി കോൺഗ്രസിനെ ആക്രമിക്കാൻ പ്രതിയോഗികൾ ഉപയോഗിക്കുന്ന മാർഗമാണ്. അതുകൊണ്ട് കോൺഗ്രസ് ഒറ്റക്കെട്ടായി നിൽക്കണം എന്ന നിലപാടിലേക്ക് മുതിർന്ന നേതാക്കളെ കൂടെ കൊണ്ടുചെന്ന് എത്തിക്കുക. ഇത്തരം അഭിപ്രായങ്ങൾ പറയുന്ന നേതാക്കൾക്ക് സോഷ്യൽ മീഡിയയിൽ കൂടുതൽ പിന്തുണ നൽകുകയും എതിർക്കുന്നവരെ സോഷ്യൽ മീഡിയയിൽ കൂടുതൽ അറ്റാക്ക് ചെയ്യാനുള്ള സൈബർ നീക്കങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. ഇതിനനുസരിച്ചുള്ള അണിയറ നീക്കങ്ങളാണ് വരും ദിവസങ്ങളിൽ ഉണ്ടാവുക. പക്ഷേ മുതിർന്ന പ്രധാനപ്പെട്ട പല നേതാക്കൾക്കും, രമേശ് ചെന്നിത്തല, മുൻ KPCC അധ്യക്ഷന്മാർ അടക്കം AICCയിലെ നേതാക്കൾക്ക് അടക്കം ഇക്കാര്യത്തിൽ വിയോജിപ്പുണ്ട്. ഇങ്ങനെ ഒരു സംഘർഷം അതിനകത്ത് നടക്കുമ്പോൾ ഷാഫി പറമ്പിൽ ശക്തമായ നിലപാടുമായി മുന്നോട്ട് പോകുന്നു. MM ഹസനെ പോലെയുള്ള മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം ഷാഫിയുടെ കൂടി സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ടാണ് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. നിർഭൻ, ഇതിനകത്ത് ഇപ്പോൾ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ദിവസങ്ങൾ കഴിയുമ്പോൾ ന്യായം പലതാണ്. നേരത്തെ ഇടതുമുന്നണിയിലുള്ള പലർക്കെതിരെയും ആരോപണങ്ങൾ വന്നിട്ടുണ്ടല്ലോ, അന്ന് നടപടിയെടുത്തു, MLA സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയോ. പക്ഷേ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്, രണ്ടും സമാനമായ രീതിയിൽ കൂട്ടിയിഴക്കാൻ ശ്രമിക്കുകയാണ്. എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള കേസ്? 5 വനിതകളാണ് പരാതി പറഞ്ഞിരിക്കുന്നത്. അത് തെളിവടക്കം പുറത്തു വന്നിട്ടുണ്ട്. ഇതിനെയും മറ്റൊരു വിഷയത്തെയും നിസ്സാരവൽക്കരിച്ചുകൊണ്ട് നടത്തുന്ന ശ്രമങ്ങൾ ജനങ്ങളെ കൃത്യമായി തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അതിന് കീഴടങ്ങില്ല എന്ന് തന്നെയാണ് DYFI അടക്കമുള്ള സംഘടനകൾ പറയുകയും ചെയ്യുന്നത്. സ്വാഭാവികമായും രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുകയാണെങ്കിൽ, പാലക്കാടേക്ക് എത്തുകയാണെങ്കിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധം തന്നെ സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് DYFI പോലുള്ള സംഘടനകൾ. പക്ഷേ ഇവിടെ ഉയർന്നു വരുന്ന നേരത്തെ പറഞ്ഞ പോലുള്ള പ്രശ്നമാണ്, രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത് കൃത്യമായ തെറ്റാണ്,
വലിയ തരത്തിലുള്ള ക്രിമിനൽ പ്രവൃത്തിയാണ് ചെയ്തത്. അന്ന് സണ്ണി ജോസഫ് പറഞ്ഞത് പാർട്ടിക്കോ നിയമത്തിലോ അതായത് പോലീസിനോ പരാതി ലഭിച്ചിട്ടില്ല, ആ സാഹചര്യത്തിൽ എന്തിന് MLA സ്ഥാനം രാജിവെക്കണം? ഇപ്പോൾ വരുന്ന വിവരങ്ങളനുസരിച്ച് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന്റെ ഭാഗമായി ഈ വനിതകളടക്കം മൊഴി നൽകാൻ തയ്യാറാണ്. പരാതികൾ വരാനിരിക്കുന്നു. എന്തായിരിക്കും കോൺഗ്രസ് എടുക്കേണ്ട നിലപാടെന്നുള്ള ചോദ്യം കൂടി ഇവിടെ ഉയരുകയാണ്. സണ്ണി ജോസഫ് പറഞ്ഞത് വിഴുങ്ങുമോ? അടൂർ പ്രകാശ് പറഞ്ഞത് വിഴുങ്ങുമോ? സിജു, ഇക്കാര്യത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവ്യക്തത നേരത്തെ തന്നെ ഉണ്ട്. പക്ഷേ ഒരു വലിയ തരത്തിലുള്ള സോഷ്യൽ മീഡിയയിൽ ഒപ്പം തന്നെ വ്യാപകമായ കേരളത്തിൽ ഒന്നടങ്കം വനിതകളടക്കം കോൺഗ്രസിനെതിരായി വരുന്നു. മാധ്യമങ്ങൾ ഒന്നടങ്കം ഈ വിഷയത്തിൽ പുതിയ പുതിയ വാർത്തകൾ പുറത്തു വരുന്നു. അപ്പോൾ വലിയൊരു ജനരോഷമുണ്ടായ ഘട്ടത്തിൽ തടിതപ്പുക എന്ന താൽക്കാലിക നടപടി മാത്രമാണ്. മറ്റ് ആത്മാർത്ഥമായിട്ടുള്ള ഒരു സംഘടനാ നടപടിയല്ല രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കോൺഗ്രസ് ലീഡർഷിപ്പ് എടുത്തത് എന്ന കാര്യം നമ്മൾ അപ്പോൾ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. പലതരത്തിലുള്ള വിമർശനങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്നതാണ്. സിജു, വരും ദിവസങ്ങളിൽ സംഭവിക്കാൻ പോകുന്നത് ഇപ്പോൾ അണിയറ നീക്കമെന്ന് പറയുന്നത് നേരത്തെ സിജു സൂചിപ്പിച്ചതുപോലെ മറ്റ് പല കേസുകളുമായി ബന്ധപ്പെട്ട് ഇതിനെ ഒരുപോലെ കാണാനും താരതമ്യപ്പെടുത്താനുള്ള ശ്രമം ഒരു ഘട്ടത്തിൽ നടത്തുന്നു. മറ്റത് കേസുണ്ടോ എന്ന ചോദ്യം ഇപ്പോൾ എം എം ഹസൻ ചോദിച്ചത്, അടൂർ പ്രകാശ് ചോദിച്ചത്, ഈ പറയുന്ന സണ്ണി ജോസഫ് ആവർത്തിച്ച് ചോദിക്കുന്നത്, ഒപ്പം തന്നെ ഷാഫി പറമ്പിൽ ഉന്നയിക്കുന്ന പല കാര്യങ്ങൾ അതിൽ വിശദീകരിക്കാനുള്ള അവസരം രാഹുൽ മാങ്കൂട്ടത്തിന് കൂടുതൽ നൽകുന്നത്, ഒപ്പം തന്നെ ഈ പാലക്കാടേക്ക് വീണ്ടും രാഹുലിനെ കൊണ്ടുവന്ന് എത്തിക്കാനുള്ള ആ സോഷ്യൽ മീഡിയയിലെ വലിയ തരത്തിലുള്ള പ്രചരണം വീണ്ടും വ്യാപകമാക്കുന്നുണ്ട്. ഒപ്പം തന്നെ അണിയറ നീക്കങ്ങളിൽ ഏറ്റവും സുപ്രധാനമായ കാര്യം ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ നേരത്തെ സിജു പറഞ്ഞതുപോലെ പാലക്കാട് എത്തുമ്പോഴേക്കും വ്യാപകമായ പ്രതിഷേധമുണ്ടാകും. പ്രതിഷേധം ഒരു അക്രമ സമരത്തിലേക്ക് പോവുകയും ആ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന അക്രമ സമരങ്ങളെ മറ്റു തരത്തിലേക്ക് വഴിതിരിച്ചു വിട്ട് അത് അവസാനം നടക്കുന്ന സംഭവത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അങ്ങനെ ഒരു സംഘർഷ സാധ്യതയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിക്കുക, അങ്ങനെ ചർച്ചകൾ സജീവമാക്കി നിർത്തുക, അങ്ങനെ വിഷയത്തെ മറ്റ് ഈ പറഞ്ഞ കാതലായ ഈ പറയുന്ന പരാതി എന്ന് പറയുന്ന സ്ഥാനത്തിൽ നിന്ന് മറ്റ് വിഷയങ്ങളിലേക്ക് കൊണ്ടുപോകാനുള്ള ആസൂത്രിത ശ്രമം കൂടി നടത്തുന്നുണ്ട്. ഒപ്പമാണ് പലതരത്തിൽ ഈ കാര്യങ്ങൾ വിശദീകരിക്കാനുള്ള അവസരം രാഹുൽ മാങ്കൂട്ടത്തിൽ ആലോചിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 1-2 ദിവസത്തിനുള്ളിൽ അദ്ദേഹം ഈ പരാതിയുമായി ബന്ധപ്പെട്ട് ഉയർന്നു കേൾക്കുന്ന ആരോപണങ്ങൾ സംബന്ധിച്ച് കൂടുതൽ വിശദീകരണവും അദ്ദേഹത്തിൻ്റെ വാദവും നിരത്തി ആ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായ പ്രചരണം നടത്താനുള്ള ആലോചനയും നടക്കുന്നുണ്ട്. സിജു, ശരി. നിർഭൻ ചക്രവർത്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് സംരക്ഷണം ഒരുക്കുന്ന കോൺഗ്രസ് നേതാക്കളുടെ നിലപാടിനെ പറ്റിയും ആ കേസിന് അട്ടിമറിക്കാനടക്കം നടത്തുന്ന അതോടൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് സംരക്ഷണം ഒരുക്കുന്ന MM ഹസൻ അടക്കമുള്ള നേതാക്കളെയും ഷാഫി പറമ്പിലിൻ്റെയും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും VD സതീശൻ്റെയും കയ്യിൽ പെട്ടുപോയ കോൺഗ്രസിനെ കുറിച്ചുള്ള വിവരങ്ങൾ നൽകിയത്.